ഇപ്പോൾ ലാലേട്ടൻ കുറേ ഡിഫെൻസ് റിലേറ്റഡ് മൂവീസ് ചെയ്തിട്ടുണ്ട്, ലോട്ട് ഓഫ് ദെം. ആൻഡ് ഐ എം ഷുവർ ഈ മൂവീസിലൊക്കെ യു ഹവ് ട്രൈഡ് അഡാപ്റ്റിംഗ് ദാറ്റ് ക്യാരക്ടർ. നമ്മളൊരു സ്വാഭാവികമായിട്ട് ഞങ്ങളൊരു ഡിഫെൻസ്, ഒരു ആർമി ഓഫീസർ പോലെ യു ഹവ് ഡൺ ഇറ്റ്, ആൻഡ് യു ഓൾസോ ഗോട്ട് എ റിവാർഡ് ഫ്രം ദി ഇന്ത്യൻ ആർമി, ആൻഡ് വിച്ച് ഇസ് എ ഗ്രേറ്റസ്റ്റ് റിവാർഡ് യു ഗോട്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള സെർവിങ്സ്, ഡിഫെൻസിനോടുള്ള സെർവിങ്സിനെ കുറിച്ചൊന്ന് പറയാമോ? ലൈക്ക് അവരുടെ ജീവിതം, ഹാവ് യു ഇൻറ്ററാക്റ്റഡ് വിത്ത് ദ സോൾജേഴ്സ്, അവരുടെ ആ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ വാർ ഫീൽഡിലുള്ള ലൈഫിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളം എന്ന് പറയുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടൊരു സ്ഥലം എന്ന് പറയാൻ കാരണം ഈ ഭാഗത്തേക്കാണ്, എസ്പെഷ്യലി ലോകത്തെല്ലാം സൗത്ത് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല സ്ഥലങ്ങൾ. ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ സൗത്തിലോട്ടൊന്നും നമ്മുടെ ഈ ഇത്തരം ആർമിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ളത് പണ്ട് ഈ സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ട്രക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ആൾക്കാർ അങ്ങനെ ഒരു ടാങ്കോ അല്ലെങ്കിൽ ഒരു ശബ്ദം, ഒരു ഫൈറ്റർ പ്ലെയിനോ ഒന്നും അങ്ങനെയില്ല. നമ്മൾ ആർമി സിനിമകളും കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ വളരെ കുറവായിരുന്നു. പിന്നെ ഹിന്ദിയിലൊക്കെ ഒരുപാട് സിനിമകൾ വരികയും ഇംഗ്ലീഷിൽ ഒരുപാട് സിനിമകളൊക്കെ വരുന്ന സമയത്താണ് മലയാളത്തിൽ. അപ്പം ഞാൻ അതിനു മുമ്പ് സിനിമകൾ ചെയ്തിരുന്നാലും കീർത്തിചക്ര എന്നൊരു സിനിമയാണ് കൂടുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമായിട്ട് ഇപ്പോഴും. അത് ഒരുപക്ഷെ ഇന്ത്യയിലുണ്ടായ ഈ ആർമി സിനിമകളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് എന്ന് വേണമെങ്കിൽ. ആ സമയത്താണ് ഞാൻ കാശ്മീരിൽ പോവുകയും അവരുടെ കാര്യങ്ങളൊക്കെ കാണുകയും ഞാൻ അതിനെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെ ടെറിട്ടോറിയൽ ആർമിയിൽ ചേരാനുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുകയും അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരുപാട് ലാസ്റ്റ് ഇയർ കേരളത്തിൽ നിന്ന് ആർമിയിലൊക്കെ ചേർന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാൻ മദ്രാസ് റെജിമെൻറ്റ് 122 ബറ്റാലിയനിലാണ് ഞാൻ ചേർന്നിട്ട് ഇപ്പം ഏതാണ്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഈ 3 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത് ഞങ്ങളുടെ ബറ്റാലിയനായി മാറി. അതൊരു ഭാഗ്യമാണ്. ഈ വർഷത്തെ സൗത്ത് സോണിലെ ഏറ്റവും നല്ല ഫുട്ബോൾ കപ്പ് നമുക്കാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 35 കമൻഡേഷൻസ് കിട്ടി. ചീഫ് ഓഫ് ദ ആർമി അവിടെ അദ്ദേഹത്തിന് COS എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു ബറ്റാലിയനായിട്ട് അത് മാറി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ ഇപ്പം ഞാൻ ഒരു 4 ദിവസത്തിന് മുമ്പ് ഞാൻ മദ്രാസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞു, ലാലേട്ടാ പ്ലീസ് ഐ വോണ്ട് ടു ജോയിൻ ഇൻ ടെറിട്ടോറിയൽ ആർമി, എങ്ങനെ എനിക്ക് പറ്റും? സോ ഇതിപ്പം മിനിഞ്ഞാന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഞാൻ എൻ്റെ ഒരു CompleteActor.com എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട്. അതിൽ ഞാനൊരു ആർമി പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ ആർമി അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവി, ടെറിട്ടോറിയൽ ആർമി ഇതിലെങ്ങനെ ജോയിൻ ചെയ്യാം, അതിലുള്ള ഒഴിവുകൾ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു സെർവിങ് ദ നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അവരെന്തോരം കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മളറിയണം. ഇപ്പോൾ ഈ 122 ബറ്റാലിയൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൂഞ്ച് എന്നുള്ള സ്ഥലത്താണ്. ഇതുവരെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരു കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആർമി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തമാശയല്ല, അത് വളരെയധികം ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റും നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യം. സിസ്റ്റം അങ്ങനെ ആയിപ്പോയി. എന്തിനാണ് ആർമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആർമി ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വീണ്ടും വലിയൊരു ബ്ലെസ്സിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതൊരു ഡിസയർ, ഞാൻ പറയാം, എനിക്കൊരു ആർമി ഓഫീസർ ആകണമെന്നൊരു ഡിസയർ പോരാ. ഐ ഹാവ് ടു പ്രാക്ടീസ്, അവിടെ പോകണം, അതിനു വേണ്ടി ശ്രമിച്ച് അങ്ങനെ വേണം ആർമി ഓഫീസർ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. എന്നാലും എനിക്കൊരു ഡിസയർ ഉണ്ട്. ഞാൻ അവിടെ പോയി കണ്ട് അവരുടെ കാര്യങ്ങൾ കണ്ടപ്പോൾ അതിലേക്ക് എൻ്റെ സർവീസ് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ആഗ്രഹം വെച്ചു. അത് സാധിച്ചു. അത് എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് ഇതിലേക്ക് കടന്നു വരാനുള്ള സമയമാണിത്. ഇപ്പം പണ്ട് എന്താണ് ഏറ്റവും നല്ല ഒരു പേ സ്കെയിൽ, അതൊക്കെ ചിന്തിക്കണമല്ലോ ജീവിതത്തിൽ. ഏറ്റവും നല്ല സാലറി ഉള്ളൊരു സമയമാണ് ആർമി. എല്ലാം വളരെ എന്ന് പറഞ്ഞാലും ഞാൻ എഴുതിയിരുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ആൾക്കാർ വന്നിട്ട് ഞാനൊരു ആർമി ഓഫീസറാണ് അല്ലെങ്കിൽ ഞാനൊരു ജവാനാണെന്ന് പരിചയപ്പെടുമ്പോൾ നമ്മൾ ഹലോ എന്നേ പറയുള്ളൂ. പക്ഷേ അതിനുശേഷം അവരെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഇനിയിട്ടുന്നവർക്ക്
ഷേക്ക് ഹാൻഡ് കൊടുത്ത് തന്നെ പരിചയപ്പെടാൻ തോന്നുന്നു. കാര്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്.